ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും. ഇന്ന് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഓണത്തിന് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. മഴക്കാർ വെച്ച് തന്നെ എനിക്ക് സമ്മതിക്കില്ല, പുറത്തിറങ്ങുന്നത് അപ്പം മഴ പെയ്യും. അപ്പോൾ നമ്മൾ ഓണം പർച്ചേസ് ഇറങ്ങണം. അതായത് ഇന്നിപ്പോൾ എറണാകുളത്തേക്ക്, അപ്പോൾ നാളെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ നമുക്ക് വെറും കൈയോടെ എന്തെങ്കിലും പോകാൻ പറ്റില്ല. അപ്പം വീട്ടുകാർക്ക് ഉള്ള എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങണം. അപ്പം എന്തെങ്കിലും സമയങ്ങളിൽ നമുക്ക് നേരെ പോകാം പുറത്തേക്ക്. അല്ല ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് അത് അഗാധയിൽ നടന്നു വരുന്ന ഒരാളെ കണ്ടു നിങ്ങൾ. തന്തരതന്തരതന്തെ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് വന്നുണ്ടോ? ഇതുകൊണ്ട് പിന്നെ വേറെ ആളും കൂടെ ഉണ്ട്. വേറെ ആൾ പുറകെ അടുത്ത്. പക്ഷേ ഷിബുമാനെ വിളിച്ചിരുന്നു. ഷിബു മാഷ തിരക്കായിരുന്നു. കൃത്യനിഷ്ഠ പാലിച്ചുവിടാ നിനക്ക്. ഓഹോ, ഇപ്പം നീയായി മെയ് പോണ നോക്കി. അവൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോണോട്ടാ. പക്ഷെ നമ്മളതിന് കല്യാണമാണ്. എന്തായാലും അകത്ത് കയറിയിട്ടൊക്കെ വരാം. അകത്ത് കയറിയപ്പോൾ നമ്മൾ സ്ഥിരം നമുക്ക് ആൾ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിലില്ലാണ്ടൊരു പരിപാടി നടക്കില്ല. ആദ്യമേ എടുക്കാൻ നോക്കിയാൽ അച്ഛനാണ് ഷർട്ട് എടുക്കാനാണ് പരിപാടി. അപ്പോൾ അച്ഛൻ ഷർട്ട് എടുത്തപ്പോഴത്തേക്കും രണ്ട് ഷർട്ട് എടുത്ത് ഏത് കൺഫ്യൂഷൻ എടുക്കും എന്നുള്ളതാണ്. ഇത് കൊള്ളല്ലോ, ഇത് വിഷ്വലി കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. മുണ്ടിൻ്റെ കൂടെ ചെയ്തില്ലേ? മുണ്ടിൻ്റെ കൂടെ പോകല്ലേ? അപ്പോൾ ഇതെടുത്തോ. ഫസ്റ്റ് അച്ഛനുള്ളതായി. ഇനി അളിയനുള്ള എടുക്കാം. അത് കഴിഞ്ഞ് പെങ്ങൾക്കുള്ളത് അമ്മയ്ക്കുള്ളത്. ഓഹ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. അളിയന് ക്യാഷ് എടുത്ത് ഇവൻ്റെ സ്കിൻ ടോണാണ്, ഇവൻ്റെ കണക്കൊക്കെ. ഇതേ ഫോട്ടോ കോപ്പിയൊക്കെ. രണ്ടാമത്തെ സെക്ഷൻ തുണിയിലേക്ക് ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്കും രണ്ടാമത്തെ ആൾക്ക് നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം. പക്ഷേ അതൊരു ഗുമ്മില്ലടാ, കൊള്ളായിരുന്നു. വൈറ്റ് പാൻറ്റ് ഞാൻ വാങ്ങിക്കേണ്ടി വരും. നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന സൈസില്ല. സൈസ് ഉള്ളതിനകത്ത് അവൻ ഇങ്ങനത്തെ ഏതോ ഒരെണ്ണമുണ്ടാ. അതാണ് നമുക്ക് സൈസ് ഉള്ളതിന് ഇഷ്ടപ്പെടുന്നതിന് വളരെ 10 റേറ്റ്. ഇഷ്ടപ്പെടുന്നതിന് സൈസ് ഇല്ല. സൈസ് ഉള്ളതിന് ഒരു ഗുമ്മുമില്ല. ഒരു ഇതില്ല, ഒരു മെനയില്ല. ഒരു ഫീൽ ഗുഡ് സാധനം ഇല്ല. കണ്ടുകൊണ്ട് നോക്കിയിട്ട് സൈസ് ഇല്ല. കിട്ടുന്ന സാധനം കൊണ്ടാണ് നോക്കിയിട്ടൊന്നും സൈസ് ഇല്ല. അതാണ് പ്രശ്നം. ഈ ലാസ്റ്റ് നിമിഷം വന്നുള്ള പ്രശ്നമാണ്, സൈസ് കിട്ടൂല. ഇനി നമ്മൾ ചിലപ്പോൾ അറിയുന്ന ഇവിടുന്ന് പറ്റി ഞാൻ ചിലപ്പോൾ കല്യാണം എല്ലാം പോയി നോക്കേണ്ടി വരും. ഹലോ ബിനോയ് മോൻ ആരല്ല, ഞാൻ ഏതെങ്കിലും പെങ്കൊച്ചായിരിക്കുന്നു. നമ്മൾ അളിയന് 2 ഷർട്ട് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. പെങ്ങളൊന്ന് വിളിച്ചിട്ട് അവളെ കൂടി ചോദിച്ചിട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് എടുക്കാനായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ അവൾ കലിപ്പ് കപ്പൂർസ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അവൾ കലിപ്പാക്കൂടെ. വെറുതെ എന്തിനാണ്? അവൾക്കും കൂടി ചോദിച്ചിട്ട് നല്ലത്. അപ്പോൾ അവളൊന്ന് വിളിക്കട്ടെ. അവളെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. ഉറക്കം കൊണ്ടാണ്, പനിയാണ് അവൾക്ക്. അപ്പോൾ അവളും കൂടി വിളിച്ചിട്ട് എടുക്കുക. 2 ഞാൻ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവൾ വന്നിട്ട് പറഞ്ഞിട്ട് കൺഫേം ആക്കി തരാം. പർച്ചേസ് അതിലതേ കൊണ്ടുപോകണം. കൊള്ളല്ലോ, പോരാ. പക്ഷെ വെറൈറ്റി ആയിരുന്നു. ഒരു ഗോവൻ സ്റ്റൈൽ സാധനമൊക്കെ. ഇത് എനിക്കെടുക്കണം വേണ്ടെന്നുള്ളതാണ് മറ്റൊരു കൺഫ്യൂഷൻ. എനിക്കാൻ ഓൾറെഡി 2 ഷർട്ട് എടുത്ത കാരണം എങ്ങനെയാണെന്നറിയാൻ പറ്റില്ല. പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ. നീ അവിടെ നിന്നൊരു ഓട്ടോ എല്ലാം പിടിച്ചു വാ. നീ മഹാരാജ് ഇറങ്ങാൻ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാണ്. എന്നേക്ക് ഞാൻ ജോയലിനെ വിടാം അങ്ങോട്ട്. ഞാൻ തലത്തിൽ പുറത്തിറങ്ങിയത് വേറെ ഒന്നുമല്ല, അഞ്ജലി വരുന്നത്. അപ്പോൾ അഞ്ജലിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ജോയൽ എൻ്റെ വണ്ടിയായിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തോ ഭാഗ്യത്തിനാണ് കേട്ടോ ഞാൻ വീട്ടായിട്ട് പെങ്ങളെ വിളിച്ച് ചോദിക്കാനുള്ള തീരുമാനം എടുത്ത്. ഇല്ലെങ്കിൽ മൂഞ്ചിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻ്റെ സൈസ് പറഞ്ഞിട്ടിരുന്നത് മീഡിയം ആയിരുന്നു പറഞ്ഞിട്ടിരുന്നത്. പക്ഷേ മീഡിയം അല്ല, അവനിപ്പോൾ വിളിച്ചപ്പോൾ ലാർജാന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിനെ വീട്ടിൽ നിന്ന് വിളിച്ചിപ്പോൾ ഇപ്പോൾ അതിലേക്ക് വിളിച്ചിട്ട് മാറ്റാൻ പറയണം. ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യട്ടെ. ഗൈസ്, ബുദ്ധിയില്ലെന്ന് ഞാൻ ഇവിടെ നിങ്ങളൊക്കെ എപ്പോഴും പറയത്തില്ലേ, അതിലൊരു എക്സാമ്പിളാണ് ഇതിരിക്കുന്നത്. 5 വയസ്സൊക്കെ ഇരുപത്തി അഞ്ജലി ആയിരുന്നു, ഇപ്പം അഞ്ജനി ആയിട്ടുണ്ട്. എടി MG റോഡ് മഹാരാജൻ 2 സ്റ്റേഷൻ. ഞാനൊരു സത്യം പറയട്ടെ, എന്നാ ചായ എന്നാ നിനക്ക് ചായ കൂച്ചോ. അഞ്ജലിയാണ് നീ എങ്ങനെ ഇപ്പം മൂക്കൂത്തു? എങ്ങനെ നിന്റെ മൂക്കിൻ്റെ ഹോൾ അടഞ്ഞ്? 2 ഉടായിപ്പാണ്. മറ്റേത് എവിടെയാണോ എന്താ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചൊന്നും ഇവരെ അറിയത്തില്ല. എവിടെയാ പറയുന്നത്? എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ കൊണ്ടുവന്നതിനാ പട്ടണം നോക്കിയിരുന്നാ നീ പണിയെടുക്കാൻ കാശൊക്കെ കണ്ടുപോണു. എന്നിട്ട് അവിടെ MG റോഡിൽ നിന്ന് മഹാരാജ് മെട്രോയ്ക്ക് 10 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ 10 പറഞ്ഞ മുതലാ.
ഗൈസ് രണ്ടാം ഘട്ട ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വില കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ആരാണ്? അഞ്ജലി. 5 പൈസ കയറിയാത്ത അഞ്ജലി. ഇനി പോട്ടെ, മറ്റേ അളിയന് പറഞ്ഞ ഷർട്ടും ഒന്ന് മാറേണ്ടി വരത്തില്ലെന്ന് തോന്നണം. ഇനിയാണ് അടുത്ത മെയിൻ ഘട്ടം, പെണ്ണുങ്ങൾക്ക് എടുക്കുന്നത്. അളിയൻ്റെ അച്ഛൻ്റെ ഒന്ന് കൺഫേം ആക്കിയിട്ട് കേട്ടെ. ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ കണ്ട ഇതുപോലെ വേണം ഷോപ്പ് ചെയ്യാനായിട്ട്. നീയല്ല മറ്റോളല്ലായിരുന്നാ സ്റ്റുഡിയോ കിടന്ന് കറങ്ങിയത്? 2.5 മണിക്കൂറായിട്ട് 2 കൂടെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയും ഒരു 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് 1/2 മണിക്കൂർ കൊണ്ട് 3-4 ഡ്രസ്സ് എടുത്ത് കൊടുത്തു. അരമണിക്കൂറോ? ഞാൻ വന്നിട്ട് അരമണിക്കൂറായി. അല്ല, ഞാൻ ഇന്നത്തെ കാര്യമല്ലേ പറഞ്ഞത്, പണ്ട് നിന്റെ പെങ്ങള് സ്റ്റുഡിയോയിൽ പോയ കാര്യം പറഞ്ഞത്. പക്ഷെ നമ്മൾ വന്നിട്ട് നമ്മൾ സൈസ് കിട്ടാണ്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയത്. അല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, ഞാൻ വന്ന് ലേറ്റ് ആയതിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ കുറച്ച് സൈസൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക, അതാ ലേറ്റ് ആയി. ഇനി നമ്മൾ പോകുന്ന ലേഡീസിന്റെ സെക്ഷനിലേക്ക്, അവിടെ നിന്റെ പണി എടുക്കാനാണ്. ഓക്കെ മുണ്ടിന് ഇവള് വേണമായിരുന്നു, ഇനിയും ബാക്കി ഇവള് വേണം. ലേഡീസിന്റെ സെക്ഷനിൽ പോകാൻ നീ വേണം പണിയെടുക്കാൻ. സാരിയൊന്നുമല്ല, അമ്മയ്ക്ക് ചുരിദാർ, പെങ്ങൾക്ക് വേറെ ഡ്രസ്സ്. എൻ്റെ പൊന്നു കൈസ്, ഇവിടെ വന്നതിന് ഒന്നിനും ബോധമില്ല. ഒരുത്തേക്ക് ഞാൻ 3rd ഫ്ലോറിൽ വന്നിട്ടാണ് നേരെ 2nd ഫ്ലോറിൽ പോകാൻ പറ്റും. അവർക്ക് വാഷ്റൂമിൽ പോകുന്നതുകൊണ്ട് 2nd ഫ്ലോറിൽ പോയത്. എന്നിട്ട് അവള് നേരെ പൊക്കത്തട്ട് വരേണ്ടത് 3rd ഫ്ലോർ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് ഇപ്പം ഇവനെ വിളിച്ച് ചോദിച്ചിട്ട് എവിടെയാണ് അവള് പോയത്? 4th കണ്ടു പോയിരിക്കുന്നത്. 4th എന്തോ പോയിരിക്കും, ജോയിലേക്ക് വിളിച്ച് 4th പോയിരിക്കുന്നത്. വയസ്സ് ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയാമോ ജോയിലെ? നമ്മുടെ കല്യാണം എന്നുള്ള പേരാണ്. കല്യാണം എന്നുള്ള പേരും ഇവിടെ വരുന്ന സ്റ്റാഫുകൾ എല്ലാവരും ഇവിടെ തന്നെ കല്യാണം കഴിക്കുന്നത്. പെണ്ണുകാർക്ക് വേറെ പോകേണ്ട ആവശ്യമില്ല, അഡ്വർടൈസിൻ്റെ ഇവിടെ തന്നെ അവർ വരും, കല്യാണം കഴിക്കും, പോകും. ദേവരെന്ന് പറഞ്ഞു നിന്നോട്, നീ 3rd ഫ്ലോറിൽ നിന്നല്ലേ നീ പോയത്? വന്നേ നോക്കിയാ, വാ നോക്ക്, ഇത്ര ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ നോക്കിയിട്. നോക്കിയിട്. ഗൈസ്, ഞാൻ നോക്കി സെറ്റാക്കിയിട്ടൊക്കെ വരാം. ഇത് പെൺപിള്ളേരാണ്, അറിയാലോ, നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. അത് ഇതിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കണം. അതിന് കൊള്ളായിരുന്നടാ, കൊള്ളാം, സാധനം കൊള്ളാം. പക്ഷേ ഇത് അവൾക്ക് ഇഷ്ടപ്പെടണം, അതാണ് മെയിൻ സംഭവം. അതല്ല, അവളെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിക്കാണ്ടത് പറ്റത്തൊന്നുമില്ല. ഒന്ന് വിളിക്കട്ടെ, വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ചേച്ചി, അമ്മയ്ക്കൊരു ചുരിദാർ, ആ ഷോൾ കൊണ്ടുള്ളത് അവിടെ നോക്കാം. അവിടെ ഇവിടെ നിന്ന് ആഡ് കൊടുത്തിട്ടില്ല, അത് പോകും. ഷോർട്ട് ലിസ്റ്റ് വെച്ചാണ്. പക്ഷേ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അപ്രൂവൽ എടുക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും ഇങ്ങോട്ട് വരേണ്ടി വരും. അതാ എൻ്റെ ഇവിടെ ഈ ഒരു ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് എടുക്കാൻ വേണ്ടി ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട്. പക്ഷേ ഇത് മീഡിയം ആണോ ലാർജ് ആണോ കറക്റ്റ് സൈസ് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യാനാണ് എന്തോ. അനിയത്തിയൊക്കെ ചോദിച്ചാൽ അനിയത്തി പറഞ്ഞാൽ ലാർജ് ആണോ മീഡിയം ആണോ നമുക്കും അറിയാൻ പറ്റില്ല, അമ്മയ്ക്കും അറിയാൻ പറ്റില്ല എന്ന് പറയണം. ഇത് എന്ത് ചെയ്യാനാണ്? ഇതിപ്പം മിക്കറിയാം ലാർജ് എടുത്തിട്ട് കൊണ്ട് ഷേപ്പ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. സൈസ് നോക്കട്ടെ. ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, അവിടെ എങ്ങനെയാണ് ചുരിദാറിൻ്റെ സൈസ് നോക്കാൻ പറഞ്ഞ് പോയിട്ടുണ്ട്, നോക്കിയിട്ട് വരട്ടെ. ഈ പെണ്ണുങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാട്. ഇനി അതല്ല, ഇത് കഴിഞ്ഞിട്ട് പെങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറേ സാധനം വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചിട്ട് അപ്രൂവൽ വാങ്ങിച്ചിട്ട് അതിന് അതെടുക്കാൻ. ഇറ്റ്സ് ഗോണ ബി എ ഹ്യൂജ് മാസി. എൻ്റെ അമ്മ കിഡ്സിൻ്റെ കളക്ഷനിൽ പോകാം, നിനക്ക് ചുരിദാറാ, നിനക്ക് നിക്കർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കിഡ്സിൻ്റെ കളക്ഷൻ ഇന്ന് മതിയാ? ക്രോപ്പ് ടോപ്പ് പിള്ളേരുടെ സൈസ് അല്ലേ? അതൊരു ടീഷർട്ട് വാങ്ങിച്ചെന്നാൽ ക്രോപ്പ് ടോപ്പ് ആയിക്കോളൂ അല്ലേടാ? ഇതൊക്കെ പിള്ളേരുടെ അവിടെ നിന്ന് ഒരു ടീഷർട്ട് വാങ്ങിച്ചിരുന്നത്, കാരണം ക്രോപ്പ് ടോപ്പ് ആയിക്കോളൂ. 199 രൂപയുടെ ടീഷർട്ട് ഉണ്ടല്ലോ, അത് മതി. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, നടന്ന് മനുഷ്യൻ്റെ ഉപ്പടളയും. 2 ഓലക്കീറ് അല്ലേ, 2 ഓലക്കീറ് വെള്ളത്തുണി എടുത്തുള്ളൂ മൂടാണ്ട്. പെൺപിള്ളേർക്ക് എടുക്കുന്ന ഏറ്റവും വലിയ പാടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് എടുത്തത് മീഡിയം ആണെന്ന് അറിയാൻ ഏകദേശം മീഡിയം സെറ്റായി. അത് കഴിഞ്ഞ് പെങ്ങൾക്ക് ഒരു പാൻറ്റും ഒരു ടോപ്പും കൂടെ എടുക്കാൻ വന്നിട്ട് അതും എത്ര വിളിച്ച് എത്ര ഫോട്ടോ വെച്ചിട്ട് ഒരു 6-7 എണ്ണത്തിൻ്റെ ഫോട്ടോ വെച്ചതിന് ശേഷം അത് സെറ്റായത്. സത്യം പറഞ്ഞാൽ പെങ്ങളെ കൊണ്ട് വരുന്നതായിരുന്നു. എനിക്ക് കാര്യം എന്നറിയാമോ, നമ്മളിപ്പോൾ ഇടുന്നത് വാങ്ങിച്ചവിടെ കൊണ്ടുവരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് മതിയല്ലോ. ഏതാ സംഭവം അല്ലേ? ഉറക്കം വരുന്ന കിടന്നു. നിങ്ങൾക്ക് രാത്രിക്ക് എന്നാ പണി? മന്തി കഴിക്കാൻ വന്നതാ. എവിടുന്ന്? നീ വാങ്ങിച്ചു? നീയല്ലേ ജോലിക്കാരി? നീ പണിയെടുക്കാൻ പൈസ കിടപ്പുണ്ട്. സേവിങ്സാ? FD എവിടെയാണ്? FD സ്വിസ് ബാങ്കില് അല്ല. കഴിഞ്ഞോ? സാർ ഇവിടെ ഉണ്ട്. അയ്യോ, ഇത് ജോയിലല്ലേ? അല്ല, ഹാഷിറല്ലേ? ഹാഷിർ
ആശിരല്ല എൻ്റെ കൂടെ വന്ന കാര്യം ഓർമ്മയുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു ചെറിയ മീറ്റിങ്ങിലായിരുന്നു. ഓക്കെ, ചെറിയ മീറ്റിംഗ്. എന്തോ പള്ളി കേസിൽ വലിയ മീറ്റിംഗ്. രാജമൗലി വിളിച്ചായിരുന്നേ. രാജമൗലി വിളിച്ചാലൊരു പ്രശ്നമുണ്ട്. രാജമൗലി മറ്റേ ഓണത്തിന് പടം ഇറക്കണം എന്ന് പറയും. ഇവന് ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? നല്ല നല്ല നല്ലൊരു നല്ലൊരു മനുഷ്യന്. ബൈ ദ ബൈ, ജോയലിന് എവിടെ പോയാലും ജോയലിന് പെമ്പിള്ളേരെ നോക്കണം. എന്തൊരു അവസ്ഥയെന്ന് അറിയാമോ? നമ്മളൊരു പട്ടി തിരിച്ചു നോക്കില്ല. എവിടെ പോയാലും പെമ്പിള്ളേര്. എവിടെ പോയാലും പെമ്പിള്ളേർ നോക്കുന്നത്. ബൈ ദ ബൈ, ജോയലിനെ നോക്കുന്ന പെൺകുട്ടികളോട് ജോയൽ സിംഗിൾ ആണ്. അല്ലാതെ ആലോചനകൾ ക്ഷണിച്ചോളൂ. അടുത്ത മീറ്റിംഗ് വന്ന് പോട്ടെ എന്തോ പള്ളി. അപ്പം മറ്റേ ചേച്ചി ഒരു ഇപ്പം നമ്മൾ ഞങ്ങൾക്ക് ഈ ഒരു സാധനം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയൊരു പാൻറ്റ് തപ്പിയെടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. വരട്ടെ, വന്നിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് ഇനി അടുത്തതിനൊരു സെറ്റും മുണ്ടും എടുത്ത് ഞാൻ കഥം വൈസ്. അങ്ങനെ അവസാനം നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി അമ്മൂമ്മയ്ക്ക് ഒരു മുണ്ടും തോർത്തുകൊണ്ട് വയ്ക്കണം. അതുകൊണ്ട് ഞാൻ പരിപാടി കഴിഞ്ഞു. ഇതൊന്നും എൻ്റെ അല്ല. ജോയലിന് ഇനി നമ്മൾ ഫുഡ് ഖാന വേണോ ടീഷർട്ട് വേണോ? നോക്കട്ടെ, ടീഷർട്ട് എവിടെയും കിട്ടാൻ നോക്കട്ടെ. 140 രൂപ. എടാ നിനക്ക് എന്തിനാണ് 142 രൂപ? എന്തിനാണ് ഓണത്തപ്പനെ കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. ബുക്കും പേന എന്നാ വാങ്ങിച്ചോ. നിനക്ക് ഉപകാരമുള്ള സാധനം വാങ്ങിച്ചോ. 144 രൂപയുള്ളു. അതിനുള്ളത് വാങ്ങിച്ചോ. 115. ഇത് വേണോ? സ്കെച്ചാണ്. വാട്ടർ ഇത് നോക്കിയേ. അവിടെ ബ്രഷ് പെൻസ് ആഡ് ചെയ്ത്. നീ പെൻസിൽ വാങ്ങും. പെൻസിലുണ്ട് കളറിൻ്റെ. ഇത് കിട്ടുന്ന സാധനം നമ്മളെ. അല്ല പെൻ ഇത് വല്ലതും. ഇത് പെൻസിൽ നല്ല അടി. എത്ര? 200 രൂപ. 200 രൂപ ചെയ്യുന്നു. അഞ്ചനയുടെ പിള്ളേർക്ക് തന്നെ അവള് പഠിപ്പിക്കുന്ന പിള്ളേരുണ്ട് ഗൈസ്. അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം. അവർക്കാണ് ഈ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഈ പേന നോക്കടി, പല കളറില്ല. നല്ലതാണോ? നിനക്കേ പേനകളെ കുറിച്ച് അറിയാവുള്ളൂ. അവർക്ക് ഉപകാരമുള്ള സാധനം എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഒരു പെൻസിൽ വാങ്ങി, കളർ പെൻസിൽ വാങ്ങി, പെൻസിൽ വാങ്ങി, സ്കെച്ച് അല്ലാണ്ട് പെൻസിൽ വാങ്ങി. നീ നോക്കിയിട്ട് നിനക്ക് വേണ്ടതാണ്, നിനക്കല്ലേ അറിയാമല്ലോ. നോക്കിയിട്ട് വാങ്ങിച്ചോണ്ട് എത്തോ. 114 രൂപ. അല്ല 114 നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മളെന്തെങ്കിലും വാങ്ങിച്ചിട്ടോ. ഇതിപ്പോഴും നടക്കും തോന്നുന്നില്ല. ഇവിടെ എൻ്റെ ബ്രാൻഡ് ഒരു ബോക്സ് ഇരിക്കുന്നു. കൊള്ളാം. ഓക്കെ, കീപ്പ് ഇറ്റ് അപ്പ്. ഞാനിതിൻ്റെ ടെൻഡറൊന്നും വാങ്ങിക്കുന്നില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ വേണമല്ലോ, വേറെ ആരും പറ്റില്ലല്ലോ. നമ്മളെ ഹാപ്പി ആയില്ലേ നമ്മളെ? നിനക്ക് ബുക്കും പെൻസിലും ചോക്ലേറ്റൊക്കെ അടിച്ചപ്പോൾ നിനക്ക് പൊറോട്ട ബീഫ് മേടിച്ചത്. ആ നിനക്ക് ഫുഡല്ലേ അല്ലേ? നിനക്ക് ഇത് 5 സ്റ്റാർ ബുക്ക്, പേന, പെൻസിൽ ഇതൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? മസാല ഷവായുടെ നമ്മൾ കഴിഞ്ഞ ദിവസേ തട്ടുകട പോയിരുന്നത് ഞങ്ങളെ ഇവളും ദാസനും കൂടെ വിളിച്ചോണ്ട് ക്ലബ് ഷവായിൽ പോയി. എന്നിട്ട് നമുക്ക് 1.5 മണിക്കൂർ പോസ്റ്റില്ലടാ. എന്റെ 1.5 മണിക്കൂർ കൂലുണ്ടായിരുന്നു. 2 മണി. അയ്യോ സത്യം പറഞ്ഞല്ല. അവിടെ സത്യം പറഞ്ഞ തട്ടുകടയാണെങ്കിൽ ചെന്ന് ചേട്ടൻ എന്നാ വേണ്ടത്? ദോശ ഓംലെറ്റ്. ഓക്കെ, 5 മിനിറ്റ് 10 മിനിറ്റ് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരാം. മസാല ഷവായയുടെ ഞങ്ങളൊന്നും പറയിപ്പിക്കരുത്. കഴിക്കും. ജോസ് കഴിക്കും. 5 സ്റ്റാർ ഷുഗർ കട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഷുഗർ കഴിക്കുന്നില്ല, എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനായിരിക്കും ഇത് കിട്ടുന്നില്ല ഷുഗർ കട്ട്. എന്നിട്ട് 5 5 സ്റ്റാറൊക്കെ തിന്നുന്നത്. പിള്ളേരുടെ മനസ്സാണല്ലേ ഇപ്പോഴും. കൊള്ളാം. അതെ, തിരിച്ച് മെട്രോ പോകുന്നത് സ്റ്റേഡിയത്തിൻ്റെ അവിടെ തന്നെ ഇറങ്ങണേ. വേറെ എവിടെയും പോയി ഇറങ്ങരുത്. എവിടെ? എപ്പോൾ പോണു? ആ ഓക്കെ. അങ്ങനെ ഈ വർഷത്തെ ഓണം പർച്ചേസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മളെ വിലക്കെടുത്താൻ വേണ്ടി മഴ. ഇത്ര നേരം മസാല ഷവായി ഇല്ല. നിനക്ക് ബുക്കും പേനും പെൻസിലൊക്കെ വാങ്ങിച്ചു തന്നില്ലേ? ഒരു ലോഡ് സാധനം ബാഗിനകത്ത് ഇട്ടിട്ടാണ്. എന്നിട്ടാണ് ഇനി ക്ലബ് ഷവായ. ആ അയ്യോ എന്തൊരു മാന്യത. അപ്പൊ ഇത് നമുക്ക് ഇത് കൊണ്ട് റൂമിൽ വെച്ചിട്ട് വേണം ശിവ മോൻ എടുത്തിട്ട് പോവാ. അല്ലടാ, മന്തി അവൾക്ക് ഞാൻ വരാൻ പറഞ്ഞാണ്. അപ്പൊ അവള് വന്നില്ല. അവളവിടെ കിടന്ന് ഉറങ്ങി തോന്നുന്നു തെണ്ടി.
തുണിയിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങി എന്ന് പറയുന്നത്. എന്ത് മനുഷ്യൻ. അതായത് മഴ നോക്കിക്കേ, സമ്മതിക്കല. പണിയും കഴിഞ്ഞ് ഇറങ്ങാതെ മഴ. ക്യാബ് ഇവിടെ ഞങ്ങൾക്ക് വണ്ടിയുണ്ട്. നിന്റെ മെട്രോ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ വണ്ടിയെ പോകുന്നതാണ്. ഗൈസ് ഇങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിൽ എത്തി. ഞാൻ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് ഞാൻ നേരെ നമ്മൾ പുറത്തേക്ക് പോയായിരുന്നു, സ്റ്റേഡിയത്തിലേക്ക് പോയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചെന്നപ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴയായിരുന്നു. ഒടുക്കത്തെ മഴ എന്ന് വെച്ചാൽ ചെന്നാ പിന്നെ വരുന്നു. ഒരു പണി നടന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവൾക്ക് അഞ്ജനയ്ക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്ത് അവളെ കൊണ്ട് റൂമിലാക്കി. അതിനുശേഷം ജോയിലിനൊരു ടീഷർട്ടും വാങ്ങിച്ചു കൊടുത്ത് അവനും ഹാപ്പി ആയി. എന്നുവെച്ചാൽ അവർ രണ്ടും നമുക്ക് ടൈം കണ്ടെത്തി വന്നവരാണ്. അത് അവർക്കും നമ്മൾ എന്തെങ്കിലും കൊടുക്കുമല്ലോ. അപ്പോൾ അഞ്ജനയ്ക്ക് ഫുഡ് വാങ്ങി എന്ന് പറഞ്ഞു. അപ്പം അവൾക്ക് ഡ്രസ്സൊക്കെ ഓൾറെഡി അവൾ സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പം ജോയിനൊരു ടീഷർട്ടും വാങ്ങി കൊടുത്ത്. അവൻ്റെ ബർത്ത്ഡേ അടുത്ത ദിവസം വരുന്നത്. അപ്പോൾ നമ്മളെന്തെങ്കിലും ബർത്ത്ഡേക്കും കാണില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഇനിയിപ്പം അടുത്ത ദിവസം നമുക്ക് വീട്ടായിട്ട് പോകണം. അപ്പം ഇത്രയൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പോൾ നമ്മളെ ഓണം സ്പെഷ്യൽ ഒരു വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുക എപ്പം ഇടണമെന്ന് ചോദിക്കുക. ഞാൻ തിരുവോണത്തിൻ്റെ അന്ന്, അതായത് നാളെ ഞാൻ ഇന്ന് വീഡിയോ ഇടുന്ന ഉത്രാടത്തിൽ നിന്നാണ്. തിരുവോണത്തിൻ്റെ അന്നാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. അപ്പോൾ എത്ര മണിക്ക് ഇടണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഉറപ്പായിട്ടും പറയാം എത്ര മണിക്ക് ഇടണം എന്നുള്ളത് കറക്റ്റായിട്ട് പറയുക. ഉച്ചയ്ക്ക് ഇടണോ വൈകിട്ടണോ എന്ന് പറയുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ സന്ധിക്കും വരയ്ക്കും വണക്കം. ടൈം പറയാൻ മറക്കല്ലേ.